ശക്തമായ ജനകീയ പ്രതിരോധത്തിലൂടെ കേരളം ഇതുവരെ അകറ്റിനിർത്തിയ സംഘപരിവാർ രാഷ്ട്രീയത്തിന് പിൻവാതിലിലൂടെ പിടിമുറുക്കാൻ അവസരമൊരുക്കുകയാണോ വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള യു.ഡി.എഫ് സർക്കാർ എന്ന സംശയം നാൾക്കുനാൾ തിടം വയ്ക്കുകയാണ്. അധികാരം ഏറ്റെടുത്ത് 3 ആഴ്ച പിന്നിടുമ്പോഴേക്കും ഉദ്യോഗസ്ഥ രാഷ്ട്രീയ നിയമനങ്ങളിലും നിലപാടുകളിലും അതിന്റെ തെളിവുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. SIR-ലൂടെ കേന്ദ്ര സർക്കാരിന് വേണ്ടി വോട്ടർ പട്ടികയിൽ പരമാവധി കൃത്രിമം നടത്താൻ ശ്രമിച്ചുവെന്ന ആരോപണത്തിന്റെ നിഴലിലായിരുന്ന ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു കേൽക്കറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിച്ചുകൊണ്ടായിരുന്നുവല്ലോ സതീശൻ വിസ്മയത്തിന് തുടക്കമിട്ടത്. ബംഗാളിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന മനോജ് അഗർവാളിനെ BJP സർക്കാർ സമാന രീതിയിൽ ചീഫ് സെക്രട്ടറിയായി നിയമിച്ചതിനെ ശക്തമായി തള്ളിപ്പറഞ്ഞ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും പക്ഷേ ഇതിൽ മിണ്ടാട്ടമുണ്ടായില്ല. ചാൻസലർ പദവിയിലുള്ള ഗവർണർമാരെ ഉപയോഗിച്ച് സർവകലാശാലകളിൽ പിടിമുറുക്കാൻ മോദി സർക്കാർ 10 വർഷമായി നടത്തിവന്ന ശ്രമത്തെ രാഷ്ട്രീയമായും നിയമപരമായും ശക്തിയുക്തം എതിർത്താണ് LDF സർക്കാർ ഉന്നത വിദ്യാഭ്യാസത്തിന് രക്ഷാകവചമൊരുക്കിയിരുന്നത്. എന്നാൽ നിലവിലെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർക്ക് യഥേഷ്ടം സർവകലാശാലകളിൽ ഇടപെടാൻ വഴിയൊരുക്കിയിരിക്കുകയാണ് UDF സർക്കാർ. VC തസ്തികയിൽ ഉൾപ്പെടെ സംഘപരിവാർ നേതാക്കളെ പ്രതിഷ്ഠിക്കാൻ ഗവർണർക്ക് മൗനാനുമതി നൽകിയതിന്റെ ഭാഗമായുള്ള ജുഗുപ്സാവകമായ ഒരു ചിത്രമാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് പുറത്തുവന്നത്. RSS മേധാവി മോഹൻ ഭാഗവത് പങ്കെടുത്ത സംഘപരിവാറിന്റെ 100 വർഷങ്ങൾ എന്ന പരിപാടിയിൽ കേരളത്തിന്റെ മതേതര നിലപാടിനെ പ്രത്യക്ഷത്തിൽ വെല്ലുവിളിച്ചുകൊണ്ട് 3 സർവകലാശാല വൈസ് ചാൻസലർമാർ പങ്കെടുത്തു. കേരള സർവകലാശാല VC മോഹനൻ കുന്നുമ്മൽ, MG സർവകലാശാല VC D മാവൂത്ത്, മലയാളം സർവകലാശാല VC R പ്രസാദ് എന്നിവരാണ്. കനത്ത സുരക്ഷയോടെയും മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയും നടത്തിയ പരിപാടിയിലാണ് ഇവർ പങ്കെടുത്തത് എന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം നേടിയ വളർച്ചയെ പരസ്യമായി അവഹേളിക്കലാണെന്ന് പറയാതെ വയ്യ. സർവകലാശാലകളിൽ സംഘപരിവാർ അജണ്ടകൾ അടിച്ചേൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ആശങ്കാജനകമായ ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിലാണ് VC-മാർ RSS പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പിടിമുറുക്കാൻ RSS എങ്ങനെയൊക്കെ ശ്രമിക്കുന്നു എന്നതിൻ്റെ പ്രകടമായ ഉദാഹരണമാണ്. ഇതിനെതിരെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ UDF-ലെ കക്ഷികളോ ശക്തമായി പ്രതികരിച്ചില്ല എന്നത് അവരുടെ മൃദു നിലപാട് തെളിയിക്കുന്നു. മുഖ്യമന്ത്രി തന്റെ വിയോജിപ്പ് ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ ഒതുക്കി. MG സർവകലാശാല താൽക്കാലിക വൈസ് ചാൻസലറായി കുസാറ്റിലെ BJP അനുകൂല അധ്യാപക സംഘടനാ നേതാവിനെ നിയമിച്ചുകൊണ്ടാണ് ഗവർണർ കാവ്യവൽക്കരണത്തിന് തുടക്കമിട്ടത്. താൽക്കാലിക VC നിയമനം ഉൾപ്പെടെ സർക്കാർ നൽകുന്ന പാനലിൽ നിന്നാവണമെന്ന കോടതി വിധികൾ നിലനിൽക്കെ പാനൽ സമർപ്പിക്കാതെ ഗവർണർക്ക് ഒത്താശ ചെയ്ത സർക്കാർ നിലപാട് കീഴടങ്ങലിൻ്റെതല്ലാതെ മറ്റെന്താണ്? MG സർവകലാശാല സെനറ്റിലും നിയമവും മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തി സംഘപരിവാർ നോമിനികളെ ഗവർണർ തിരികെ കയറ്റി. ആകെയുള്ള 30 അംഗങ്ങളിൽ 19 പേരും RSS അനുകൂലികളാണെന്നറിഞ്ഞിട്ടും സംസ്ഥാന സർക്കാരും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നോക്കുകുത്തികളായി നിൽക്കുകയല്ലാതെ വിയോജനക്കുറിപ്പ് നൽകാൻ പോലും തയ്യാറായില്ല. മുഖ്യമന്ത്രിയുടെ സംഘപരിവാർ വിധേയത്വം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളുടെ അഭിഭാഷകനായിരുന്ന KB പ്രദീപിനെ ദേവസ്വം വകുപ്പിന്റെ സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ചുകൊണ്ട് തെളിയിച്ചത് 2 ദിവസം മുൻപാണ്. വലിയ രാഷ്ട്രീയ വിവാദമായതോടെ മുഖ്യമന്ത്രിക്ക് തന്നെ പ്രദീപിന്റെ രാജി ആവശ്യപ്പെടേണ്ടി വന്നുവെന്നത് മറ്റൊരു വിരോധാഭാസം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ആരോപണ വിധേയമായ ചെന്നൈ ആസ്ഥാനമാക്കിയുള്ള സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിന്റെ അഭിഭാഷകനാണ് KB പ്രദീപ്. കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളടക്കം സംശയനിഴലിലുള്ള കേസിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം പുരോഗമിക്കവേ വാദിഭാഗത്തുള്ള ദേവസ്വം വകുപ്പിന്റെ അഭിഭാഷകനായി പ്രദീപിനെ നിയമിച്ചത് കേസ് അട്ടിമറിക്കാനാണെന്ന സംശയമുയർത്തിയിരുന്നു. തന്റെ സംഘപരിവാർ അനുകൂല നിലപാട് സമൂഹ മാധ്യമത്തിലൂടെ പരസ്യമാക്കിയ വ്യക്തിയാണ് KB പ്രദീപ്. നരേന്ദ്രമോദിയെയും BJP-യും പ്രകീർത്തിച്ചുകൊണ്ടുള്ള നിരവധി പോസ്റ്റുകൾ പ്രദീപ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള നിയമവകുപ്പ് പരിശോധനയും അഡ്വക്കേറ്റ് ജനറലിന്റെ അംഗീകാരവും നേടിയാണ് സാധാരണയായി ഇങ്ങനെ ഒരു നിയമന ഉത്തരവ് നൽകുക. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ നിയമമായതിനാൽ അഭിഭാഷകൻ എന്ന നിലയിലുള്ള പ്രദീപിന്റെ പ്രവർത്തനം നിർബന്ധമായും പരിശോധിക്കപ്പെടും. അപ്പോൾ ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്ന് ഈ നിയമനം എന്ന കാര്യം രാജിക്ക് ശേഷവും ദുരൂഹമായി തുടരുകയാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് RSS അജണ്ട നടപ്പിലാക്കാനായി മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നിയമോപദേശം നൽകിയിരുന്ന വ്യക്തിയാണ് നിലവിൽ UDF സർക്കാരിന്റെ അഡ്വക്കേറ്റ് ജനറൽ ജാജു ബാബു എന്നതും വിസ്മരിക്കാനാകില്ല. തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും ഭരണത്തിൽ നുഴഞ്ഞു കയറാൻ നന്നായി അറിയുന്നവരാണ് മോദിയുടെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ. അതിനുള്ള ഡീൽ ഒരുക്കിയിട്ടുണ്ടോ എന്ന് വോട്ട് ചെയ്ത ജനങ്ങൾ സംശയിച്ചാൽ അത് വ്യക്തമാക്കാനുള്ള ബാധ്യത ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ മുഖ്യമന്ത്രിയും UDF-ഉം നിറവേറ്റണം.